അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ടും ഹനുമന്തപ്പ എന്ന് പറയുന്ന ധീര ജവാന്റെ ജീവൻ നിലനിർത്തുവാൻ സാധിച്ചില്ല. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന സൈനിക പോസ്റ്റ് എന്ന അഭിമാനം ഇന്ത്യ രാജ്യത്തിനുണ്ട്. പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തി പങ്കിടുന്ന സിയാച്ചിൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ താപനില കുറഞ്ഞു നിന്ന് തണുപ്പ് അനുഭവിക്കുന്ന സിയാച്ചിൻ മലമുകളിൽ 17ഓളം സൈനികരാണ് ഫെബ്രുവരി മാസത്തിൽ വളരെ ഗുരുതരമായ പ്രകൃതിപരമായ പ്രശ്നത്തിന്റെ പേരിൽ മരണപ്പെട്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാജ്യം മുഴുവനും പ്രാർത്ഥിച്ചിട്ടും ജീവൻ തുടിക്കുന്ന ആ സൈനികന്റെ ജീവൻ നിലനിർത്തുവാൻ സാധിച്ചില്ല. ആ സൈനികന്റെ ധീരമായ ജീവിതത്തിലെ സൈനിക നടപടികളെ രാജ്യമൊട്ടുക്കും അഭിനന്ദിക്കുമ്പോഴും ഒരു കാര്യം നമുക്കിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം അഭിമാനത്തോടുകൂടെ ലോകത്തെ ഭൂമിയിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 20,500 അടി ഉയരത്തിലുള്ള വളരെ പ്രകൃതിപരമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സൈനിക പോസ്റ്റിന്റെ പേരിൽ നമ്മുടെ രാജ്യം അഭിമാനിക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ സിയാച്ചിനിലെ സൈനിക പോസ്റ്റിലെ ജവാന്മാരെ പോറ്റുന്നതിന് നമ്മുടെ രാജ്യം എത്ര ചെലവഴിച്ചിട്ടുണ്ടാകും? 8,000-ലേറെ കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഈ 2015 നവംബർ വരെ 1,000-ഓളം കോടി രൂപ നമ്മുടെ രാജ്യം സിയാച്ചിനിലെ സൈനിക പോസ്റ്റിലുള്ള സൈനികരെ പോറ്റാനും തീറ്റിപ്പോറ്റാനും ചെലവഴിച്ചു എന്നത് ഈ ഒരു സൈനികന്റെ ധീര വിയോഗം ഓർക്കുമ്പോഴും രാജ്യത്തെ ജനങ്ങളും ലോകവും ചിന്തിക്കേണ്ട ഒരു പരമസത്യമാണ്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുവാനുള്ള ആഭ്യന്തര സജ്ജീകരണങ്ങൾക്ക് വേണ്ടി നാം ഒരുപക്ഷെ ധാരാളം വില നൽകേണ്ടി വരും, അതൊരു പരമസത്യമാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഒരു ചെറിയ സൈനിക പോസ്റ്റിൽ 8,000-ഓളം കോടി രൂപ നാം ചെലവഴിക്കുമ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് സഹോദര? പരസ്പരം ജനങ്ങൾ ഭിന്നിക്കുമ്പോ, രാജ്യങ്ങൾ കലഹിക്കുമ്പോ, ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ജീവിത ചെലവ് എത്രമാത്രം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇവിടെ പ്രസക്തമാണ്. അൽ ജമാഅത്തു ബറകത്തുൻ വൽ ഫിർഖത്തു അദാബുൻ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, യോജിപ്പും ഐക്യവും സഹവർത്തിത്വവും സാഹോദര്യവുമുള്ള ഒരു ജനത, അത് ഐക്യമെന്നുള്ളത് അത് ബറക്കത്താണെന്നും അനൈക്യവും ഛിദ്രതയും ശിഥിലീകരണവും അത് അദാബാണെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹദീസിന്റെ അർത്ഥതലങ്ങളുടെ വിശാലമായ തലത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് സഹോദരന്മാരെ, 2 രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി എന്താണ്? ഒരു കുടുംബത്തിൽ കലഹമുണ്ടാകുമ്പോഴുള്ള പ്രതിസന്ധി എന്താണ്? ഒരു നാട്ടിലെ ജനങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താണ്? ബർക്കത്തിന് ധാരാളം മാനങ്ങളുണ്ട്, അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. അദാബിനും അതുപോലെ, ശിക്ഷ എന്നാണല്ലോ അദാബിന്റെ അർത്ഥം, അതിനും ധാരാളം മാനങ്ങളും വിശാലമായ അർത്ഥങ്ങളുമുണ്ട്. സഹോദര, രാജ്യത്ത് കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. ജീവിത നിലവാരവും അതുപോലെ സാമ്പത്തികമായ ഭാരവും നമുക്ക് വർദ്ധിച്ചു വരും. ഒരു രാജ്യത്തേക്ക് വികസനം കടന്നു വരാൻ പ്രയാസമാണ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ലോകത്തെ അനേകം രാജ്യങ്ങളിലെ ജനങ്ങൾ അവരുടെ ഉപജീവനത്തിന് അവലംബമായി കാണുന്ന ഗൾഫ് കൺട്രികളിൽ അഥവാ GCC രാജ്യങ്ങളിൽ സാമ്പത്തികമായ അഥവാ ക്രൈസിസ് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷേ നാം പറയും അത് ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നതിന്റെ മാത്രം ഫലമാണെന്ന്. അതല്ല, അതൊരു ഭാഗമായിരിക്കാം. അഥവാ എണ്ണ സമ്പത്ത് നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്ത് എണ്ണയ്ക്ക് വിലയിടിയുമ്പോൾ അവിടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവാം. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം ക്രൂഡ് ഓയിൽ മാത്രമാണെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല. കാരണം എന്താണ്? കാരണം സൗദി അറേബ്യയിലെ ഭരണകൂടം പുതിയ ശത്രുക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യമനിലെ ഹൂത്തികൾക്കെതിരെയുള്ള പോരാട്ടം ഒരു ഭാഗത്ത്, ഇറാനുമായുള്ള സംഘട്ടനം മറ്റൊരു ഭാഗത്ത്.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എണ്ണയുടെ വിലയിടിവ് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന വർദ്ധിക്കുന്നതില് അയൽപക്കത്തുള്ള രാജ്യങ്ങളുമായുള്ള സഹകരണവും വ്യാപാരങ്ങൾ സുഖകരമായി നടന്നു പോകുക എന്നതും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെയാണ് സംഘർഷമുള്ള, അനൈക്യമുള്ള, അതുപോലെ തന്നെ സംഘട്ടനമുണ്ടാവുന്ന ജനങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ അവിടേക്ക് വികസനം കടന്നു വരില്ല. അങ്ങോട്ട് സഹോദരന്മാരെ, ജനങ്ങൾക്ക് കടന്നു വരാൻ താല്പര്യം കുറയും, വ്യവസായികൾക്ക് കടന്നു വരാൻ താല്പര്യം കുറയും. അതുപോലെ പരസ്പരം വിവിധ ജനങ്ങൾ സഹകരിച്ചുണ്ടാകേണ്ട സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് അത് തടസ്സമുണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ തന്നെയാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. രാജ്യങ്ങളുടെ ഐക്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പൊതുവെ ഒരു രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന് സന്തോഷമുണ്ടോ അവന്റെ ആയുസ്സിൽ ദൈർഘ്യമുണ്ടാവാനും അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാനും ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ വർധനവും ബർക്കത്തും ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഥവാ ഒരു വീട്ടിലെ ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾക്കിടയിൽ അനൈക്യം രൂപപ്പെടുമ്പോൾ അവിടെ രിസുക്കിലും ജീവിതത്തിന്റെ ജീവിത മാർഗങ്ങളിലും ബർക്കത്ത് കുറയും, അതുപോലെ വിശാലത കുറയും, നന്മ കുറയുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു വീട്ടിൽ അനൈക്യം ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിന്റെ വിശാലത മാത്രമല്ല കുറയുക, ആ വീട്ടിലേക്ക് കയറി വരാൻ മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടാവൂല. ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല. ആ വീട്ടിൽ നിന്ന് ഒരു വരനെ സ്വീകരിക്കാൻ ആർക്കും താല്പര്യമുണ്ടാവൂല. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ അടുത്ത കാലത്ത് കുറെ വർഷങ്ങളായെങ്കിൽ പോലും ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മാറാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. ആ പ്രദേശത്ത് ചെന്ന് ഇന്നും നാം അന്വേഷിക്കുക, എത്ര വർഷങ്ങളായി രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള കലാപമുണ്ടായി, കൊല ചെയ്യപ്പെട്ടു, പ്രതികളെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും കോടതികൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഗ്രാമം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആ ഗ്രാമത്തിലേക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുവാനോ ആ ഗ്രാമത്തിൽ നിന്ന് വരൻ സ്വീകരിക്കുവാനോ പരിസരവാസികൾ തയ്യാറാവാത്തൊരു ചുറ്റുപാടുണ്ടായിരുന്നു അവിടെ. ഇത് എല്ലായിടത്തുമുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ത്യ രാജ്യം അഭിമാനത്തോടെ ഓർക്കുന്ന സൈനിക പോസ്റ്റാവുന്ന സിയാച്ചിനിലെ ആ ഐസുപാളികൾക്കുള്ളിലും അതിന്റെ പ്രതിസന്ധികൾക്കിടയിലും ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോഴും ഒരു കാര്യം നാം മറക്കരുത്, പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ശ്രീലങ്കയും അടക്കമുള്ള അതിർത്തി രാജ്യങ്ങളുമായുള്ള സൗഹൃദം എത്രമാത്രം വർദ്ധിക്കും തോറും ഈ ഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഈ പ്രതിസന്ധി നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വരാൻ ലോകത്തെ വ്യവസായികൾക്ക് താല്പര്യമുണ്ടാവും. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഇന്ന് ജവാന്റെ ആ ധീരവിയോഗം രേഖപ്പെടുത്തപ്പെട്ട റിപ്പോർട്ടിനോടൊപ്പം പറയുന്നുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പെട്ടെന്ന് സമാധാനം പുലരട്ടെ. അഥവാ 4 വർഷത്തിനിടയിൽ 8,000 കോടി രൂപ മാത്രമല്ല ചെലവഴിക്കപ്പെട്ടത്, 40-ലേറെ വരുന്ന ഭടന്മാർ, ജവാന്മാർ അവിടെ മരിച്ചു വീണിട്ടുണ്ട്. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വെടിയേറ്റല്ല, തീവ്രവാദികളുടെ കടന്നുകയറ്റത്തിന്റെ പേരിലല്ല, ചൈനക്കാരന്റെ വെടിയേറ്റ് മരിച്ചതല്ല, മറിച്ച് പ്രകൃതിയുടെ പ്രതിഭാസമാകുന്ന മഞ്ഞുപാളികളോട് സമരം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ തോറ്റ ജവാന്മാർ, ധീര ജവാന്മാർ, ആ ജവാന്മാരുടെ കഥയാണ് സിയാച്ചിൻ മലമുലകൾക്ക് പറയുവാനുള്ളത്. പക്ഷേ ഒരു പരലോക ചിന്തക്കും ഇവിടെ പ്രസക്തിയുണ്ട്. അതെന്താണ് സഹോദരന്മാരെ? നാം മനസ്സിലാക്കുക, സ്വർഗവും നരകവും പരലോകവുമുണ്ട്. സ്വർഗത്തിന്റെ അഗ്നിയുടെ ചൂട്, തീയിന്റെ ചൂട് വളരെ കഠിനമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് പലപ്പോഴും വിശ്വസിക്കുവാൻ അല്ലെ, ഇത്തക്കുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ. കല്ലും ഇരുമ്പും മനുഷ്യ ജിന്ന് ഭൂതവർഗങ്ങളുടെ ജഡങ്ങൾ കത്തിക്കപ്പെടുന്ന ഈ ദുനിയാവിലെ ചൂടിന്റെ 70 ഇരട്ടി ചൂടുണ്ടാകുന്ന കഠിനമായ ചൂടുള്ള ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വരുമ്പോ തീയിന് അത്രമാത്രം ചൂടുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഭൂമിയുടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, വൈദ്യാതങ്ങൾ അതിന് വലിയ ദൃഷ്ടാന്തമാണ്. കേരളം എന്നും ഒരു താരതമ്യം ചൂട് കുറയുകയും തണുപ്പ് കുറയുകയും ചെയ്ത പ്രദേശമാണ്. എന്നാൽ
കഠിനമായ ചൂടുള്ള, സഹിക്കാനാവാത്ത ചൂടുള്ള, മനുഷ്യന്റെ ശരീരത്തെ മുഴുവൻ ജലാംശവും വറ്റിച്ചു കളയുന്ന കഠിന ചൂടുള്ള പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ തണുപ്പിന്റെയും അവസ്ഥ ഏതാണ്? ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്ന, കഠിന തണുപ്പ് അനുഭവപ്പെടുന്ന, ശരീരത്തിലെ രക്തധമനികളിലെ രക്തം പോലും ഐസായി മാറുന്ന, അല്ലെങ്കിൽ കൈയുയർത്തിയാൽ കൈ മടക്കാൻ കഴിയാത്ത അത്രമാത്രം കഠിന തണുപ്പുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എന്നാൽ പരലോകത്തും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. പരലോകത്ത് വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻസാനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറ. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? സ്വർഗലോകത്ത് അവർ സ്വർഗീയാരാമത്തിലെ മണിമാളികകളിൽ, കട്ടിലകളിൽ ചാരിയിരുന്ന് സൂറ പറഞ്ഞിരിക്കും. പക്ഷേ അവിടെ സൂര്യനെയും സംഹരീറിനെയും കാണുകയില്ല. സൂര്യൻ എന്ന് പറഞ്ഞാൽ ചൂടുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ സംഹരീർ എന്ന് പറയുന്നത് കടുത്ത തണുപ്പുള്ള തണുപ്പിനെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും മനുഷ്യൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഏറ്റവും നല്ല കാലാവസ്ഥ, ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാലാവസ്ഥ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാലാവസ്ഥയാണ് സ്വർഗത്തിലെ കാലാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നരകലോകത്ത് സംഹരീറുമുണ്ട്, അതുപോലെ തന്നെ തീയുമുണ്ട്, ചൂടുമുണ്ട്. ചൂടും തണുപ്പുമുണ്ട് നരകലോകത്ത്. നരകത്തിൽ ചൂട് മാത്രമല്ല, സൂറത്തുൽ അൻആമിൽ ഒരിടത്ത് പറയുന്നുണ്ട്, നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അതിൽ നിന്ന് പുറത്ത് കടക്കുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ച ഒരു സമയമൊഴികെ. ആ ഉദ്ദേശിച്ച സമയം ഏതാണ്? നരകത്തിൽ കത്തിക്കപ്പെടുന്ന മനുഷ്യൻ മരിക്കുന്നില്ല. അതാണല്ലോ നരകത്തിന്റെ പ്രത്യേകത. ആ മരിക്കാത്ത മനുഷ്യൻ ദാഹിച്ച് വിഷമിക്കുമ്പോ ഒന്ന് ആ ചൂടിൽ നിന്ന് ശമനം കിട്ടുവാൻ വേണ്ടി അവൻ ദാഹിക്കുമ്പോൾ അവനെ കൊണ്ടുപോകുന്നത് സംഹരീർ എന്ന് പറയുന്ന നരകത്തിലെ മറ്റൊരു കേന്ദ്രത്തിലേക്കാണ്. കഠിനമായ തണുപ്പുള്ള കേന്ദ്രം, നരകത്തിന്റെ ചൂടിനെ വെല്ലുന്ന തണുപ്പുള്ള കേന്ദ്രം നരകത്തിലുണ്ട്. ആ തണുപ്പുള്ള സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നേരത്തെ ഇരുന്ന നരകം ചൂടുള്ള പ്രദേശത്തേക്ക് തന്നെ വരാൻ നരകാവകാശികൾ കൊതിക്കുമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതിയിലെ ചൂടിന്റെ താപനില അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഏറ്റവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഭൂമിയിലെ വിവിധ ഘട്ടങ്ങളിലെ ചൂട് അനുഭവിച്ച്, അതുപോലെ ഭൂമിയിലെ വിവിധ ഘട്ടങ്ങളിലെയും സ്ഥലങ്ങളിലെയും തണുപ്പ് അനുഭവിച്ച് പരലോകത്തെ എത്തിച്ചേരുമ്പോൾ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സ്വർഗമുണ്ട്. അള്ളാഹു അങ്ങോട്ട് കയറിച്ചെല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതേ സമയത്ത് കഠിന ചൂടും കഠിനമായ തണുപ്പുമുള്ള, അതികഠിനമായ തണുപ്പുള്ള നരകമുണ്ട്. ആ നരകത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സിയാച്ചിനിലെ സൈനിക പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഭൗതിക ലോകത്തെ അഭ്യന്തര കാര്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ പരലോകത്തെ ചൂടും തണുപ്പും ഒക്കെ ഓർക്കുവാൻ പറ്റിയ നല്ലൊരു സമയമാണ്. അള്ളാഹു നല്ലത് ചിന്തിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.